തൃശൂരിൽ എടിഎമ്മുകൾ കൊള്ളയടിച്ചു. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എടിഎമ്മുകളാണ് തകർത്ത് പണം കവർന്നത്. പുലർച്ചെ 3-നും 4-നും മതിയായിരുന്നു കവർച്ച. കാറിലെത്തിയ 4-അംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എടിഎം തകർത്തത്. 3 എടിഎമ്മുകളിൽ നിന്നായി 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനായി മാധ്യമങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ സിദ്ദിഖ് 3 ദിവസമായി ഒളിവിലാണ്. ഒരു മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത്. മിനിമം വേതന നിരക്ക് പരിഷ്കരിച്ചതായി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. വേരിയബിൾ ഡിയർനെസ് അലവൻസ് പരിഷ്കരിച്ചാണ് കേന്ദ്ര സർക്കാർ മിനിമം വേതന നിരക്ക് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 ഒക്ടോബർ 1 മുതൽ മിനിമം വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. ചെന്നൈയിലെ വിജയം ആവർത്തിക്കാൻ രോഹിത് ശർമ്മയും സംഘവും ഇന്ന് കാൺപൂരിൽ ഇറങ്ങും. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന് ഇന്ന് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമാകും.